2026-27 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ്. ധനമന്ത്രി എന്ന നിലയിൽ ഞാൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റാണിത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ അവതരിപ്പിച്ച ഓരോ ബജറ്റും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് കൃത്യമായി ആസൂത്രണം ചെയ്ത പരിപാടികളുടെ പ്രഖ്യാപനങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി ഞങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചിരുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്ത് അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടുകളും വിപുലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് നടപ്പ് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സർ, 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. എല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയ നോർമലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുന്നത്. ഈ സമ്മേളന കാലത്ത് ഓരോ വികസന തുറയിലും വന്ന മാറ്റങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സ്ഥിതിവിവര കണക്കുകളും ഉദാഹരണങ്ങളും നിരത്തി സംസ്ഥാനം നേടിയ അഭിമാനകരമായ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ്. അങ്ങനെ ഒരു ചർച്ച ഈ സഭയിൽ നടന്നാൽ അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു നല്ല മാതൃകയായിരിക്കും സൃഷ്ടിക്കുക. സർ, 2025-26 ബജറ്റ് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ചില സന്തോഷ വർത്തമാനങ്ങൾ പങ്കുവച്ചിരുന്നു. ദീർഘകാലമായി സംസ്ഥാന സർക്കാർ നേരിട്ടിരുന്ന ധനവൈഷമ്യത്തിൽ നിന്നും നാം കരകയറിയിരിക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ പ്രസ്താവം. കേരളം സാമ്പത്തിക വളർച്ചയുടെ ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുന്നു എന്ന കാര്യവും തുടക്കത്തിൽ തന്നെ എടുത്തു പറഞ്ഞിരുന്നു.